ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മൾ ഇന്നത്തോടു കൂടി ആ ഒരു സിലബസ് പോയിൻറ്റ്, ഫിഫ്ത്ത് സിലബസ് പോയിൻ്റ് ആയിട്ടുള്ള റിസർച്ച് പ്രോസസ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, അതിൻ്റെ ഏറ്റവും ഫൈനലായിട്ടുള്ള പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ പഠിച്ചു. ആദ്യത്തെ സെലക്ഷൻ ഓഫ് ദി ടൈറ്റിൽ ഓഫ് ദി ടോപ്പിക് ആൻഡ് റിവ്യൂ ഓഫ് ദി ലിറ്ററേച്ചർ, then aims and objective, hypothesis, materials and methods, observation results, ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ഒരു റിസർച്ചിൻ്റെ കംപ്ലീഷ്മെൻറ്റിന് വേണ്ട ഏറ്റവും ലാസ്റ്റായിട്ടുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റും നമ്മുടെ റിസർച്ചിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോസസ്സ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റിസർച്ച് ചെയ്തതിന് ശേഷം വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് സോ ആൻഡ് സോ മീഡിയാസ് ഓർ സോ ആൻഡ് സോ പീപ്പിൾസ് ഓർ സോ ആൻഡ് സോ പേഴ്സൺസ്. അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, ആ റിസർച്ചിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസർച്ചിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് നോളജ് കൊടുക്കാൻ വേണ്ടി, അവരുടെ നോളജിലേക്ക് എത്തിക്കാൻ വേണ്ടി വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് സംബഡി ഓർ സം മീഡിയ ഓർ സം ഇൻസ്റ്റിറ്റ്യൂഷൻ, സം ഓർഗനൈസേഷൻ, എനിത്തിങ് ദാറ്റ് ഈസ് കംസ് അണ്ടർ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോസസ്സ്. സോ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ കാര്യത്തിലും കമ്മ്യൂണിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തന്നെ ആലോചിച്ച് നോക്കാം, നമ്മൾ റിസർച്ച് ചെയ്യുന്നു, എന്തെങ്കിലും ഒന്ന് ഫൈൻഡിങ്സ്, ഒരു ന്യൂ ഫൈൻഡിങ്സ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അത് ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അത് നമ്മളിൽ മാത്രം ഒതുക്കപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ വേറെയൊക്കെ പറഞ്ഞു കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നമ്മളിൽ തന്നെ അത് നിന്നോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ദാറ്റ് ഇൻവെൻഷൻ വിൽ നോട്ട് ഗോസ് ടു ദ പബ്ലിക് ഓർ വിൽ നോട്ട് ഗോസ് ടു ദി അതർ പീപ്പിൾ. അതൊരിക്കലും വേറൊരാളിൽ എത്തപ്പെടില്ല. സോ ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് റിസർച്ച് വി വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രോപ്പർ ചാനൽ, ത്രൂ പ്രോപ്പർ ചാനൽ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ നല്ലൊരു ഫൈൻഡിങ്സ് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിപ്പല്ലി COVID-19 ബെസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് റിസർച്ച് ചെയ്ത് നല്ല പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം കിട്ടി. നമ്മുടെ കോളേജിൽ വെച്ചാൽ ചെയ്തത്, MVRMCയിൽ വെച്ച് ചെയ്തത്. അപ്പം MVRMCയിലെ ഫാമിലീസിന് അറിയാൻ പറ്റും ദാറ്റ് ദ തിപ്പല്ലി ഈസ് ഗുഡ് ഇൻ COVID-19. ബട്ട് നോ ബഡി അതർ ദാൻ ദി MVR ഫാമിലി വിൽ നോട്ട് കം ടു നോ ദാറ്റ് തിപ്പല്ലി ഹാസ് ഗുഡ് എഫക്റ്റ് ഇൻ ദി COVID-19. So what we have to do means we need to communicate the positive results of our research, and we wanted to communicate the result through media, internet or journals or any other methods or seminars or webinar or something. നമ്മളത് അറിയിക്കണം. സോ അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറയുക. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് while doing a research. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് പ്രോസസ് ടു കൺവേ ദ ആക്ടിവിറ്റി. നമ്മൾ ചെയ്ത് എന്താണോ അതിനെ നമ്മൾ കൺവേ ചെയ്യുകയാണ്. സോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വെച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് വലിയ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് വി ആർ ഫൈൻഡിങ് സംതിങ് ആൻഡ് വി ആർ ഗോയിങ് ടു പബ്ലിഷ് ഓർ വി ആർ ഗോയിങ് ടു ടെൽ ദ പോസിറ്റീവ് ഔട്ട്കം ഓർ നെഗറ്റീവ് ഔട്ട്കം ഓഫ് ദി റിസർച്ച് ടു പബ്ലിക്. അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ റിസർച്ച് എസ് ദ യൂസ്ഫുൾനെസ് ഓഫ് റിസർച്ച് റിമെയിൻസ് ലിമിറ്റഡ് വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ. സോ യൂസ്ഫുൾനെസ് ഓഫ് ദി നമ്മുടെ റിസർച്ച് ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം ലിമിറ്റ് ചെയ്യും, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലായിടത്തും എത്തും. സോ ദാറ്റ്സ് വാട്ട് വി ആർ ടെല്ലിങ് ദാറ്റ്. നമ്മളൊരു എക്സാമ്പിൾ വെച്ചിരുന്നത്, ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആസ്ട്രാസെനിക്ക എന്ന് പറയുന്ന കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒരു കോവിഷീൽഡ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ടാക്കി, ഒരു വാക്സിൻ ഉണ്ടാക്കി. അത് അവർക്ക് അവിടെ മാത്രം വെച്ചാണെങ്കിൽ നോബഡി ഈസ് ഗോയിങ് ടു നോ അബൌട്ട് ദാറ്റ് വൺ ആൻഡ് നോബഡി ഈസ് ഗെറ്റിംഗ് ദാറ്റ് മെഡിസിൻ. അതാണ്. സോ അത് ബാക്കി രാജ്യങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടും ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി, എന്നിട്ട് ബാക്കി എല്ലാവർക്കും അതിൻ്റെ നോളജ് കൊടുത്തുകൊണ്ടാണ് എല്ലാവരും അതിനെക്കുറിച്ച് അവെയർ ആയത്. അതുപോലെ തന്നെ കോവിഷീൽഡിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് സ്റ്റേജ് എത്തിയപ്പോൾ പെട്ടെന്നൊരു പേഷ്യൻറ്റിന് പാരലൈസിസ് വന്നു. ആ പാരലൈസിസ് വന്നപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. അത് വേണമെങ്കിൽ അവർക്ക് മൂടി വെക്കായിരുന്നു. അത് ആ സമയത്ത് ആരുടെ പറയാതെ ബ്രിട്ടനിൽ വേണം അത് മൂടി വെക്കുക. പക്ഷേ അവിടെ ചെയ്തില്ല. അവർ അപ്പം തന്നെ അത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിനെ അക്നോളജ് ചെയ്തു. അതിനുശേഷം അപ്പം എന്ത് ചെയ്തു, ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അതൊന്ന് ശ്രദ്ധിച്ചു, ഈ ഒരു കോവിഷീൽഡ് കൊടുക്കുമ്പോൾ പാരലൈസിസിന് കാരണമാകുമെന്ന്. സോ അത് ശ്രദ്ധിച്ച് ചെയ്തപ്പം പിന്നെ അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു അത് പാരലൈസിസിന് കാരണമാകില്ല എന്ന് അത് കണ്ടെത്തി. സോ അതാണ് റിസർച്ചിൻ്റെ ഔട്ട്കം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ നമുക്കതൊരു പോസിറ്റീവായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് വന്നു ഒരു സൊസൈറ്റിയിൽ. സോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു കോൺട്രവേഴ്സി എടുക്കുന്ന വുഹാനിലാണ് ഇതുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ചൈനയുടെ ലാബിൽ നിന്നാണ് പറയപ്പെടുന്നു. ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ചിലത് പറയുന്നു അവിടുത്തെ അറവുശാലകളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്.
എന്ന് പറയുന്നു. പക്ഷേ അന്ന് പറയുന്നവരാണ്, അന്ന് ചൈന ഇത് പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ മേ ബി ഇത്രത്തോളം ഗ്ലോബൽ സ്പ്രെഡ് ആകില്ലായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. സോ അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. സോ വൺസ് വി പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് വാട്ട് the findings or what the new invention about regarding the new invention, every globe has come to know regarding the research or invention. സോ അതിന് നമ്മളൊരു റിസർച്ചിൽ വരുമ്പം ഒരു മെത്തേഡ്സ്, നമ്മുടെ സിലബസ് പോയിന്റ്സ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിസർച്ച് ആണ്. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് റിസർച്ച്, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദി റിസർച്ച്. സോ നമ്മുടെ സിലബസ് പോയിന്റിലെ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് ആണ്. സോ ഇത് മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് മെത്തേഡാണ് പബ്ലിക്കേഷൻ ഓഫ് റിസർച്ച് ഇൻ പീർ റിവ്യൂഡ് ജേണൽ. ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്യുക. നിങ്ങളൊക്കെ നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് ജേണൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ജേണലിൽ നമ്മൾ വായിക്കാറുണ്ട്. സോ ഞാനിവിടെ കൊടുത്ത ആൻഷ്യൻ സയൻസ് ഓഫ് ലൈഫ്, നമ്മുടെ ആയുർവേദ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും AVPD ആയിരുന്നു ആൻഷ്യൻ സയൻസ് ഓഫ് ലൈഫ്. സോ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ജേണലാണ്. നമുക്ക് അത്രത്തോളം, അതായത് നമുക്ക് ഇമ്പാക്ട് ഫാക്ടർ എന്നൊക്കെ പറയും, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചൊന്നും അറിയില്ല. ഒരു ജേണലിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്ന അതിൻ്റെ ഇമ്പാക്ട് ഫാക്ടർ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇമ്പാക്ട് ഫാക്ടർ എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ. സോ അതിനകത്ത് പിന്നെ ആയു എന്ന് വെച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഇറക്കുന്നത്, അതുപോലെ നമ്മുടെ ജാംനഗറിലെ കോളേജ് IPGTR അതൊക്കെ ഇറക്കുന്ന ജേണൽസുകളുണ്ട്. അതൊക്കെയാണ് ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ആയുർവേദത്തിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജേണൽസ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും, നമ്മുടെ ലൈബ്രറിയിൽ ഈ ജേണൽസൊക്കെ കാണും. സോ ഈ ജേണലിൽ ഒരു ആർട്ടിക്കിൾ വരികയാണെങ്കിൽ, നമ്മുടെ റിസർച്ച് നമ്മൾ ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിന് അത്രത്തോളം ഭയങ്കര വാലിഡ് ആയിരിക്കും. സോ പക്ഷേ ഈ ജേണലിലൊന്നും നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു സാധനം സിമ്പിളായി ചെയ്യുന്നു എന്നിട്ട് പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പബ്ലിഷ് ചെയ്തില്ല. അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒരുപാട് ആൻഷ്യൻ സയൻസ് ഓഫ് ലൈഫിലൊക്കെ മിനിമം 1 year to മേ ബി 2 year ഒക്കെ എടുക്കും. അത്രത്തോളം പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവരവരുടെ എല്ലാ ഡൗട്ട്സുകളും നമ്മളെ കൊണ്ട് ക്ലിയർ ചെയ്യിപ്പിക്കും, എന്നിട്ട് മാത്രമേ ഇതിൽ പബ്ലിഷ് ചെയ്യുള്ളൂ. അത്രത്തോളം സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് ഇവർ ഇതിലേക്ക് എടുക്കുക. സോ അത്രത്തോളം നമ്മളെ റിസർച്ച് റിഫൈൻ ആവും അപ്പോഴും. സോ ഒരു പീർ റിവ്യൂഡ് ജേണൽ തന്നെ നമുക്ക് ഒരുപാട് ജേണൽസ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളെപ്പോഴും നമ്മളെ ആർട്ടിക്കിൾസ് ഒരു പീർ റിവ്യൂഡ് ആയിട്ടുള്ള ജേണലിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ള ജേണൽസ് എന്ന് വെച്ചാൽ അതിന് അത്രത്തോളം വാലിഡിറ്റി ഇല്ല. സോ എന്താണ് ഈ പീർ റിവ്യൂഡ് ജേണലിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുള്ള ഒരു മെത്തേഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. ദിസ് ഇസ് മെയിൻ വേ ടു കമ്മ്യൂണിക്കേറ്റ് ദ സയൻറ്റിഫിക് ഫൈൻഡിങ്സ്. ഒബ്വിയസ്ലി peer review journals are those with specific standards for a specific readers or spend. Peer reviewed journals are those with specific standards for a other specific standards ഉണ്ടാവും ആ ഒരു ജേണലിന് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പബ്ലിഷിംഗ് ഇൻ ജേണൽസ് ഗിവ്സ് വൈഡ് സ്പ്രെഡ് റീഡേഴ്സ് കമ്മ്യൂണിറ്റി ടു അസസ് ദ ഫൈൻഡിങ്സ്. സോ ഈ ജേണൽ ചില ജേണൽ മന്ത്ലി ഇറക്കുന്ന ജേണൽ ഉണ്ടാവും, ചില 2 weekly ഇറക്കുന്നുണ്ട്, ചില ബൈ മന്ത്ലി ഉണ്ടാവും, ചിലപ്പോൾ 6 മാസത്തിൽ ഇറക്കുന്ന ജേണൽ ഉണ്ടാവും, 1 വർഷത്തിൽ ഇറക്കുന്ന ജേണൽ ഉണ്ടാവും. സോ ഇതിലേക്കൂടെ നമ്മളെ ജേണൽ പബ്ലിഷ് ചെയ്ത് വരികയും അതിൻ്റെ റീഡേഴ്സ് അത് വായിച്ച് ഇങ്ങനെ MBR കോളേജിൽ നമ്മളെ കുരുമുളക് COVID-19 നല്ലതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കം ടു നോ ബൈ അമേരിക്കൻ പീപ്പിൾ ബൈ റീഡിങ് ദ സോ കോൾഡ് ജേണൽ വേർ വി പബ്ലിഷ്ഡ് അവർ റിസർച്ച് പേപ്പർ. അപ്പോൾ അത് വായിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, അമേരിക്കക്കാർക്കും അറിയാൻ പറ്റും ദാറ്റ് MBR ആയുർവേദ കോളേജ് ഫൗണ്ട് ദാറ്റ് ദ പിപ്പല്ലി ഈസ് ഗുഡ് ഇൻ COVID-19 എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. സോ അതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ ആൻഷ്യൻ സയൻസ് അല്ലെ പീർ റിവ്യൂഡ് ജേണൽ എന്ന് പറയുന്ന ആ ജേണലിൽ, ആ കാറ്റഗറി ജേണലിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കും. മേ ബി ഇറ്റ് കംസ് ടു സം വാട്ട് ടു സേ എനി അതർ ജേണൽ. ഇനി നമുക്ക് എന്താ പറയുക, ഒരു സാധാരണ ഒരു ഒരുപാട് പേരുകളുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു ജേണൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ പീപ്പിൾ ഈസ് റീഡിംഗ് ടു ദാറ്റ് വൺ ആൻഡ് ഹി കംസ് ടു നോ ദാറ്റ് ദിസ് ഇസ് നോട്ട് എ പീർ റിവ്യൂഡ് ജേണൽ ആൻഡ് ദ റിസർച്ച് വർക്ക് വിൽ നോട്ട് ബി വാലിഡ്. നമ്മുടെ റിസർച്ച് നല്ലതാണെങ്കിൽ കൂടി നമ്മളതൊരു പീർ റിവ്യൂഡ് അല്ലാത്ത ജേണലിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി ആൾക്കാർക്ക് അല്ലെങ്കിൽ വാലിഡിറ്റി കുറയും, അല്ലെങ്കിൽ ആൾക്കാർ അത്രത്തോളം ശ്രദ്ധിക്കപ്പെടത്തില്ല. സോ വി ഷുഡ് ട്രൈ ടു പബ്ലിഷ് അവർ റിസർച്ച് പേപ്പർ ഇൻ പീർ റിവ്യൂഡ് ജേണൽ. So it invites readers to go through the process and findings of research and understand the contribution and drawback of work. So നമ്മൾ ചിലപ്പം നല്ല രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. മേ ബി നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഇത് വായിക്കുന്ന വേറൊരു ആൾക്കാർ ചിന്തിക്കുക. മേ ബി ദേ മേ ഫൈൻഡ് ദാറ്റ് ദ ഡ്രോബാക്ക് ഓഫ് ദിസ് വൺ, ഓർ ദേ മേ ഫൈൻഡ് ദാറ്റ് ദ പോസിറ്റിവിറ്റി ഓഫ് ദിസ് വൺ. എനിത്തിങ് ഹാപ്പൻ, നമുക്ക് അവർ റിപ്ലൈ ചെയ്ത് തരും, ഈ ജേണലിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന്. ദേ മേ ബി ആഫ്റ്റർ റീഡിങ് ഓർ റിസർച്ച് വർക്ക് ബൈ എ സയൻറ്റിസ്റ്റ്, ഹി കംസ് ടു നോ ദാറ്റ് ദിസ് കുഡ് ബി എ ഡ്രോബാക്ക് ആൻഡ് he will send or he will communicate the drawback to us and we can rectify in the following research.
So presentation, next one is presentation at international, national and local conference seminars, etc. This everybody knows this one. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വേൾഡ് ആയുർവേദ കോൺഗ്രസ്, ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റ്, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ സെമിനാർസ് പോയിട്ടുണ്ട്. നമ്മൾ കേരള ഗവൺമെൻറ് കൊച്ചിയിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓൾ ഓവർ ദി ഇന്ത്യ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്, ഓരോ ആയുർവേദ കോളേജിൽ നടക്കാറുണ്ട്. ദിസ് ഈസ് വാട്ട് ദേ ആർ ഇൻറ്റൻഡിങ്. അവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ അതിൻ്റെ ബ്രോഷർ വായിക്കുന്ന സമയത്ത് ഇൻവൈറ്റിംഗ് ഫോർ പേപ്പർ പ്രസൻറ്റേഷൻ ആൻഡ് പോസ്റ്റർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കാണാം. മിക്കവാറും ഇൻവൈറ്റിംഗ് പേപ്പർ പോസ്റ്റർ പ്രസൻറ്റേഷൻ പോവുക ആണ് പോവുക. PGs അവരുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പേപ്പർ പബ്ലിഷ് ചെയ്യണം, അതുപോലെ സെമിനാർസ് അറ്റൻഡ് ചെയ്യണം. ആ സമയത്ത് അവരുടെ റിസർച്ച് വർക്കാണ് അവിടെ പോയിട്ട് പബ്ലിഷ് ചെയ്യുക. സോ നിങ്ങളൊക്കെ ഇനി പോകുന്ന സമയത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പല ന്യൂ ആയിട്ടുള്ള ഇൻവെൻഷൻസ് സ്പീക്കേഴ്സ് പറയുന്നത് കേൾക്കാം. നമുക്ക് ഓരോ സ്പീക്കേഴ്സ് വന്ന് അവരിങ്ങനെ ചെയ്തപ്പോൾ, ഈ മെഡിസിൻ കൊടുത്തപ്പോൾ ഇങ്ങനെയൊക്കെ അസുഖം മാറി, ഈ മെഡിസിൻ കൊടുത്തപ്പം ചില മേ ബി ഇപ്പം നമുക്ക് അമൃതോത്തരം കഷായം പനിക്ക് നല്ലതാണ്. ഏത് പനിക്ക്? ചിലപ്പോൾ അയാൾ പറയും ഇപ്പോൾ പുതുതായിട്ട് വന്ന COVID-19 അമൃതോത്തരം കഷായം നല്ലതായിരുന്നു. അടുത്തൊരു ഇനി വരുന്ന ഇങ്ങനത്തെ സെമിനാർസിലൊക്കെ COVID-19 കുറിച്ച് കുറേ ഡോക്ടേഴ്സ്, കുറേ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഒരു പ്രസൻറ്റേഷൻ ഓർ ഇൻ്റർനാഷണൽ, നാഷണൽ ആൻഡ് ലോക്കൽ കോൺഫറൻസ്. പ്രസൻറ്റേഷൻ അറ്റ് യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ. ഇത് സെയിം തിങ്, ഓൺലി പ്രസൻറ്റ് ചെയ്യുക നമ്മളെ ഫൈൻഡിങ്സ്. സോ അവിടെയൊക്കെ എന്ന് വെച്ചാൽ എക്സ്പേർട്ട് നമ്മൾ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. നമ്മളിപ്പോൾ ഒരു വേൾഡ് ആയുർവേദ കോൺഫറൻസ്, ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിനോ യൂണിവേഴ്സിറ്റി പോയിട്ട് പ്രസൻറ്റ് ചെയ്താൽ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തിരിച്ചു ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ദർ സം പീപ്പിൾ ഹൂ ആർ ദർ ഫോർ ദ മോണിറ്ററിങ് അവർ ദി റിസർച്ച് വർക്ക്. നമ്മളെ മോണിറ്റർ ചെയ്യാനും നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാനും അവിടെ ഒരു കമ്മിറ്റി, സയൻറ്റിഫിക് കമ്മിറ്റി ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് സെൻഡ് അവർ അബ്സ്ട്രാക്ട് ഓഫ് അവർ റിസർച്ച് വർക്ക്. നമ്മുടെ റിസർച്ച് വർക്കിൻ്റെ അബ്സ്ട്രാക്ട് നമ്മൾ 150 വേർഡിലോ അല്ലെങ്കിൽ 200 വേർഡിലോ കുറഞ്ഞിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. ഈ സയൻറ്റിഫിക് കമ്മിറ്റി അത് റീഡ് ചെയ്യും, അബ്സ്ട്രാക്ട് റീഡ് ചെയ്യും. അബ്സ്ട്രാക്ട് എന്ന് വെച്ചാൽ നമ്മുടെ റിസർച്ച് വർക്കിൻ്റെ ഏറ്റവും എന്താ പറയുക, ഒരു നെറ്റ്ഷെല്ലാണ്, ഒരു സൂത്ര ഫോമാണ്. അത് നമ്മൾ അയച്ചു കൊടുക്കും. അത് അയച്ചിട്ട് അവർക്ക് ഓക്കെ ദിസ് റിസർച്ച് ഇസ് ഗുഡ് എന്ന് അവർക്ക് തോന്നിക്കുക, ദേ വിൽ ആക്സെപ്റ്റ്. അവർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പോയി പ്രസൻറ്റ് ചെയ്യാം. പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഷുഡ് ബി സം പീപ്പിൾ, ദേ മേ ആസ്ക് ദ ക്വസ്റ്റ്യൻ. സയൻറ്റിഫിക് പീപ്പിൾ ഉണ്ട്, അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവർ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കും. ദാറ്റ് വി ഷുഡ് ക്ലാരിഫൈ. സോ പ്രസൻറ്റേഷൻ വേരിയസ് ഹോസ്പിറ്റൽ മീറ്റിംഗ്സ്. നമ്മൾ ഹോസ്പിറ്റൽ മീറ്റിംഗ്സിൽ ഉണ്ടാവും. അവിടുന്ന് മിക്കവാറും ഹോസ്പിറ്റൽ മീറ്റിംഗ്സിൽ പ്രസൻറ്റേഷൻ വരുന്ന സമയത്ത് ഒരു ഇൻവെൻഷൻ, ഈ മെഡിസിൻ കൊടുത്ത സമയത്ത് ഈ പേഷ്യൻ്റ് ഇങ്ങനെ മാറി, അല്ലെങ്കിൽ ഒരു ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇന്നേ ഫൈൻഡിങ്സ് കിട്ടി എന്നൊക്കെയാണ് അവിടെ മിക്കവാറും വരിക. പ്രസൻറ്റേഷൻ ത്രൂ പ്രിൻറ്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ കാണുന്ന ഇപ്പോൾ ആരോഗ്യ മാസിക അല്ലെങ്കിൽ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മാഗസീൻസ് നമുക്കറിയാം, ഒരുപാട്. അതിലേക്കൂടെയൊക്കെ നമ്മൾ പറയുക നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ച്, നമ്മൾ കണ്ടെത്തി ഇൻവെൻഷൻ ചെയ്ത സാധനങ്ങളെ കുറിച്ച് പറയുക. അല്ലെങ്കിൽ പ്രിൻറ്റ് മീഡിയ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ നമ്മളൊരു PDF ആക്കിയിട്ട് നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്യുന്നു. ഇതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരാം. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദി research, communication of the research or methods of communication of research. So by this class we are going to end up this syllabus point, fifth one, that is research process or steps in research process. Once again I am telling you that this is one of the important syllabus point while considering the research methodology and statistics, because every person should have to know this one, the research process, because you are going to future after the final year, soon after you're going to the internship, and internship you're dealing with the patients and the medicines, and that time you may be having so many doubts, and you may be having so much opportunity to get, or so much you may find so much area to do research, and afterwards you're going to post-graduation any other things, or you're going to a good clinic, a doctor, or you're starting a hospital and you're sitting there and you're consulting, and that time also you can do the research. So this process you should not forget in your lifetime, and as a doctor, as a health professional, or as a member in the health profession or a health worker, we should know this thing thoroughly. Then we do have to do research in future. Thank you.